ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെയും നാളത്തെ വിശേഷങ്ങളൊക്കെ എവരും സ്വാഗതം ചെയ്ത് ഈ ചാനലിൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കും. അങ്ങനെ നമ്മുടെ ശരണേനെ ഇട്ട് അവന് പൊരിച്ചുകൊണ്ടിരിക്കുക. അതായത് അപ്പനും ആങ്ങളമാരും അതുപോലെ അമ്മയെല്ലാം ഉണ്ട്. അമ്മ വലിയ കാര്യമായിട്ട് കുഴപ്പമില്ല, പക്ഷെ അമ്മയ്ക്ക് ദേഷ്യമുണ്ട്. ഗോപു പറയുന്നുണ്ട്, അതായത് നീ ചെയ്തതായിട്ടുള്ള പരിപാടി കാരണം കൊണ്ട് ഇനി നിനക്ക് നല്ല രീതിയിൽ ഒരു ഭാവി കിട്ടും തോന്നുന്നുണ്ടോ? കാരണം നീ തള്ളപ്പെട്ട പെണ്ണാണ്, നിനക്ക് ചൊവ്വനെ ഇറങ്ങി നടന്നാൽ പോലും പേടിയുണ്ട്. നീ കാരണം കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നാണക്കേട്. പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ പെങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? കാരണം കിട്ടാനുള്ള സൗഭാഗ്യങ്ങളെല്ലാം കളഞ്ഞു കുളിച്ചല്ലോ. അതായത് വീട് കിട്ടുമായിരുന്നു, ജോലി കിട്ടുമായിരുന്നു, കാശ് കിട്ടുമായിരുന്നു, നിനക്ക് വേണ്ടി പിരിവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പഠനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, എല്ലാത്തിനും വേണ്ടി ഇതെല്ലാം കളഞ്ഞു കുളിച്ചല്ലോ. നീയൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തിന് ഒരു ശല്യമായി മാറിയില്ലോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുവാണ് നമ്മുടെ ആങ്ങളെ. എന്ന് പറഞ്ഞാൽ നീ അതിന് എല്ലാം ആ തന്തയും തള്ളയും പറഞ്ഞാൽ മതിയല്ലോ. ഇവർ കാരണം കൊണ്ടല്ലേ ആ പെണ്ണിനെ ഇവിടെ കയറ്റി, അലീനെ കയറ്റി. അവൾ വന്ന് പറഞ്ഞ് മയക്കി ഇവളെ മാറ്റിയത് കൊണ്ടല്ലേ ഇത്രയും സംഭവം നടന്നത്. ഇപ്പോൾ ഒരു വേറെ പണിയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇറിറ്റേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞിട്ട് അവന് ഇറങ്ങിപ്പോ. ഉടനെ അപ്പോൾ ശരണ്യ പറയാണ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എന്ത് തെറ്റെന്ന് കാരണം ആ ചെറുക്കൻ തെറ്റ് ചെയ്യാത്തൊരു ചെറുക്കനാണ്. കാരണം അന്ന് ഞാൻ തെറ്റ് ചെയ്യാത്ത എന്നെ അവർ പീഡിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പം അവർക്കെതിരെ ഞാൻ സാക്ഷി പറയുന്നത്. അപ്പോൾ അന്ന് അത് സംഭവം നടന്നില്ല, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് ആരും ശിക്ഷ അനുഭവിക്കത്തില്ല. പക്ഷെ അന്ന് അവിടെ എനിക്കെതിരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ രോഹിത്. അപ്പം അതുപോലെ ഞാനിപ്പം അന്ന് കുറ്റം ചെയ്ത് ഞാൻ അനുഭവിച്ച പോലെ ഈ ചെറുക്കനും കുറ്റം ചെയ്ത് അനുഭവിക്കണം എന്നാണ് ഈ പറയുന്നത് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ചെറുക്കൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഒന്നുമില്ല. ആ ചെറുക്കൻ നിരപരാധിയാണ്. അവനെ രക്ഷപ്പെടുത്തൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയക്കാർ ഇത്രയും നാൾ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടല്ല ഇവിടെ രാഷ്ട്രീയക്കാരും സംഘടനക്കാരും അവരിവരെല്ലാം വന്ന് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ്. അല്ലാതെ ഇത്ര നാൾ പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചില്ല. ആരും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് എല്ലാവരും വലിയ രീതിയിൽ ആൾ കളിക്കുന്നുണ്ട്. അവരും പിരിവെടുത്ത് അവരും കാശ് വെക്കാനുള്ള പരിപാടിയൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ഞാൻ ചെയ്യത്തുള്ളൂ. ഞാൻ ചെയ്തത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ശരണേ പറയുന്നുണ്ട്. ഉടനെ നീ എന്തെങ്കിലും കാണിക്കുക, കാരണം നീ എന്നോട് പറഞ്ഞാൽ മനസ്സിലാവും, നിന്നോട് മൊഴി മാറ്റി പറയരുത് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ മാത്രമാണ് എത്ര പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ചൂടായില്ല. എന്ന് പറഞ്ഞാൽ അടി നീ വെച്ച് കൊടുക്കുന്ന വളം കൊണ്ടാണ് ഇവൾക്ക് ഇത്ര അഹങ്കാരം വരുന്നത്. അന്നേ അവളെ കയറ്റണ്ടായിരുന്നു, ഇവിടെ കയറ്റിയിട്ട് എൻ്റെ മോള് രക്ഷപ്പെടില്ല, അല്ലെ മോൾ എഴുന്നേറ്റ് വന്നപ്പോൾ അതിനെക്കാട്ട് അപ്പുറമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ പിന്നെ അമ്മയ്ക്കും ദേഷ്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീന് നമ്മുടെ കമലയാണ് കാണിക്കുന്നത്. കമല ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വണ്ടി നിർത്തി നമ്മുടെ മനു കയറി വന്നിട്ട് എനിക്ക് അപ്പം കമല ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതായത് രോഹിത് ജാമ്യം കിട്ടിയതും ഹരിക്ക് ജാമ്യം കിട്ടാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഉടനെ മനു വന്നിട്ട് ചോദിക്കുക, നിനക്ക് സമാധാനമായല്ലോടാ? കാരണം ഞാൻ സ്വന്തം അനിയൻ്റെ കാര്യം നോക്കാൻ പറ്റാതെ നീയൊക്കെ എങ്ങനെ നടന്നോ? അവളെ കണ്ട അവൾ മിടിക്കുന്നത് മാത്രമല്ല, അവൾ പല രീതിയിൽ നിന്നെ വെച്ച് നോക്കുവാണ് അവൾ മിടിക്കുക. അവൾ ആൾക്കാരെ കയ്യും കാലൊക്കെ കാണിച്ച് അവിടെ പോയി ആ പെണ്ണിനെ കൊണ്ട് പറയിപ്പിച്ച് രോഹിത്തിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞ് അങ്ങനെ ആ ചെറുക്കൻ അവന് ജാമ്യം കിട്ടി. എൻ്റെ മകനെ എന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ 2 പേരുണ്ട്, അപ്പനും ചേട്ടനും ഉണ്ട്. അതുകൊണ്ട് നിന്നെ കൊണ്ടൊക്കെ നടക്കത്തില്ല. നീയൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നീയൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു നല്ല പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നൊക്കെ ചോദിക്കും. ചോദിക്കുമ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത് ഞാൻ ഒന്നും സംസാരിക്കാനില്ല. കാരണം ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ കൂടിപ്പോകത്തുള്ളൂ. പിന്നെ നിങ്ങളോട് എത്ര പറഞ്ഞെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. തെറ്റ് നിങ്ങളുടെ മകൻ ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് അവർ ശിക്ഷ കിട്ടുമോ? അതുകൊണ്ട് കോടതി വിധിച്ചാൽ ആ പെണ്ണ് പറഞ്ഞു കൊടുത്താൽ ആ പെണ്ണ് പറഞ്ഞു, അതായത് ഈ 4 പേരിൽ ഈ 3 പേര് തെറ്റുകാരനാണ്, അതിൽ രോഹിത് തെറ്റുകാരനല്ലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് അവന് ജാമ്യം കിട്ടിയത്. അതിലിപ്പം നിങ്ങളുടെ മോൻ തെറ്റുകാരനാണ്, അതുകൊണ്ട് ജാമ്യം കിട്ടില്ല. അപ്പം എന്നാ ചെയ്യാൻ പറ്റില്ല. ഇനി ഇപ്പം ഈ കുശുമ അവന് ജാമ്യം കിട്ടി, നിങ്ങളുടെ മോന് ജാമ്യം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ഇല്ലേ, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്കുക. അവിടെ പൂജാമുറി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചെയ്തു പോയ പാവങ്ങളായിട്ട് ഇനി വരാനിരിക്കുന്ന പാവങ്ങളായിട്ട് ഒന്നും വലിക്കാതെ നിങ്ങളുടെ മോനെ ഇനി എന്തെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവുണ്ടായിട്ട് ജാമ്യം കൊടുക്കണമെന്നുള്ളൊരു രീതി ഒരു
തീരുമാനം എത്തിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് 10 ദിവസം വന്ന് അവനെ ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അതിനനുസരിച്ച് എന്തെങ്കിലും പരിപാടി കാണിച്ചു, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, നീയൊക്കെ ഇങ്ങനെയല്ല, എൻ്റെ അപ്പുറം ചെയ്യും പറയുന്നൊക്കെ പറഞ്ഞ് കമല ഭയങ്കര ബഹളം ഉണ്ടാക്കണം. ആ സമയത്ത് ശിവശങ്കറിനെയും ചൊറിയുന്നുണ്ട് എൻ്റെ കമല. ശിവശങ്കർ നല്ല വെച്ച് കൊടുക്കുന്നുണ്ട്, നീയൊക്കെ നിങ്ങൾ അപ്പനായിട്ട് ഇവിടെ എന്തിനായിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. എടി ഞാൻ കേസിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്, ഞാൻ വക്കീലിനെ കണ്ടിട്ട് പല രീതിയിൽ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതിൻ്റെ അകത്തൊന്നും നിന്നോട് എത്ര പറഞ്ഞാൽ മനസ്സിലാകുന്നത്, നിനക്ക് എപ്പോഴും അവൻ്റെ കാര്യം, അവന് ജാമ്യം കിട്ടും, ഇവന് ജാമ്യം കിട്ടുന്നത്, അവന് ജാമ്യം കിട്ടിയില്ലോ എന്ന് ആ കൊച്ചാ പറഞ്ഞത്. ആ കൊച്ച് നിരപരാധിയായിട്ടുള്ള കൊച്ച് പറഞ്ഞ് ഇവനെ ഇറക്കിക്കൊണ്ട് വന്നല്ല, രോഹിത് അങ്ങനെ ഇറങ്ങി വന്ന, അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെന്ന് പറഞ്ഞ് അവിടെ വിടണം. അത് കഴിഞ്ഞ് അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഈ മനു വന്ന് മുത്തശ്ശിയുടെ റൂമിൽ വരിക. മുത്തശ്ശി എന്നാണ്ട് വിശേഷം എന്ന് പറഞ്ഞു. മോനെ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നടാ, കുറച്ച് ദിവസമായില്ലേ, കാരണം ഇവിടെ ആരും റൂമിലൊന്നും വരുത്തുന്നില്ല. അപ്പം നിങ്ങളുടെ മരുമോളൊന്നും പറഞ്ഞില്ലേ? അവൾ ഈ റൂമിൽ കയറത്തൊന്നുമില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്, മുക്കി മൂളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഒന്ന് പിടിച്ചൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നെ പോക്കുന്നത്. അവിടെ ആയിരുന്നപ്പോഴത്തേക്ക് അത് നെടുമ്പുരക്കലായിരുന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു, എന്നെ അലീന മോൾ അതുപോലെ നോക്കി, അത്ര രീതിയിൽ നന്നായിട്ട് നോക്കി. പിന്നെ എൻ്റെ മോളും അവിടെ ഉണ്ടായിരുന്നു, എന്നെ നല്ല രീതിയിൽ നോക്കി. ഇവിടെ വന്നതിന് ശേഷം ആരും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. എന്താ മോനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുമ്പോഴത്തേക്ക് മുത്തശ്ശി വേറൊന്നുമല്ല, രോഹിത്തിന് ജാമ്യം കിട്ടി, ഹരിക്ക് ജാമ്യം കിട്ടത്തില്ല. ഹരിക്ക് ജാമ്യം കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഹരി ഇങ്ങനെ ഹരി തെറ്റുകാരനാണല്ലോ, അതുകൊണ്ട് ആ കൊച്ച് പറഞ്ഞത് രോഹിത് തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവന് കിട്ടിയെന്ന് പറയാം. അപ്പം ഹരിമോന് കിട്ടത്തില്ലല്ലേ, അത് എന്ത് പറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് ഹരിമോൻ കുറ്റം ചെയ്തു. അവൻ പ്രേമിച്ച പെണ്ണിനെ, അത് 1 വർഷത്തോളം പ്രേമിച്ച പെണ്ണിനെ, സ്വന്തം പെണ്ണിനെ അവൻ അത് കൊണ്ടു നടക്കാനും സംരക്ഷിക്കാൻ നോക്കിയിട്ട് അവൻ വേറെ 2 പേർക്കും കൂടെ കാഴ്ച വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 3 പേർക്കും കൂടെ കാഴ്ച വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുവോ, അവനെ വെറുതെ കോടതി വിടുവോ? അത് ദൈവം പൊറുക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതൊക്കെ അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും മുത്തശ്ശി പറയാം, എന്താണ്ട് രോഹിത്തുവിനെങ്കിലും കിട്ടിയല്ലോ, ജാമ്യം കിട്ടിയല്ലോ. ഇപ്പം ഇനി എന്താ കാര്യങ്ങളൊക്കെ വേറൊന്നുമില്ല, ഈ കേസ് പൂർണ്ണമായിട്ട് തീർന്നിട്ടൊന്നുമില്ല. കാരണം അവന് ഒരു കൂട്ടുപ്രതിയായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, കാരണം ഞാൻ അവിടെ പോയിട്ട് ഇത് പ്ലാൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെതായിട്ടുള്ള കുറേ പരിണത ഫലമൊക്കെ അവൻ അനുഭവിക്കേണ്ടി വരും. അവൻ്റെ കേസ് തീർന്നിട്ടില്ല, കേസ് ഇനി വിധിയൊന്നും പ്രഖ്യാപിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുവരെ കേസിൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും, ആർക്ക് രോഹിത്തിന് പോകേണ്ടി വരും. അത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ അലീനയും കൃഷ്ണമോളും സംസാരിക്കുന്നത്. കൃഷ്ണമോളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ചേച്ചി വിജയിത് വളരെ വലിയ കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഞാൻ അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല ചേച്ചി, അന്ന് അങ്ങനെ വാക്കുന്നത് എൻ്റെ ശരണ്യെ നീ നിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യുക എന്നുള്ളത് പറഞ്ഞ് അങ്ങനെ ഒരു വാക്കൊന്നും പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് നമ്മുടെ രോഹിയേട്ടനും ജാമ്യം കിട്ടുമായിരുന്നു, വളരെ ഉപകാരം എന്ന് പറയുമ്പോൾ. എന്താണെങ്കിലും അലിന് പറയാം, എന്താണെങ്കിലും നമ്മൾ ഇതിനെല്ലാം താങ്ക്സ് പറയേണ്ടതല്ല ശരണയോടാണെന്ന് പറഞ്ഞ്. അപ്പം നമുക്കൊന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ച് നോക്കിയിട്ട് ശരണേ മോളെ എന്നാണ് വിശേഷം എന്നൊക്കെ ചോദിക്കുക. എടുത്തിട്ട് ഫോണിലെടുത്ത് നല്ല വിശേഷം ചേച്ചി മോളെ ഒരുപാട് ഉപകാരം കേട്ടോ, കാരണം മോള് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒരുപാട് പേടിച്ചു. കാരണം നിനക്ക് ഒരുപാട് ഭീഷണി ഇപ്പോഴും ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വകവെക്കാതെ നീ എല്ലാം ചെയ്തല്ലോ. എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നീ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് നിൻ്റെ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരും സംഘടനക്കാരെല്ലാം നിന്നെ ഇട്ട് വല്ലാതെ ആക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. ദൈവമെല്ലാം അതിനൊരു മാർഗം തുറന്നു തരും കേട്ടോ, പേടിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ നടക്കും. നീ ഇതിനെക്കാട്ടും വലിയ സംഭവമല്ല നീ അനുഭവിച്ചിരിക്കുന്നത്, ഇതിനെക്കാട്ടും വലിയ സംഭവമല്ല നീ എതിരേറ്റത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ച് എല്ലാ രീതിയും നല്ല രീതിയിൽ വരും എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ശരിയാച്ച അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ശരണ്യ കഴിയുമ്പോഴത്തേക്ക് രേവതിനെ വിളിച്ചിട്ട് പറയാം, രേവതി മോളെ ഇന്നപോലെ ജാമ്യം കിട്ടിയിട്ട് രോഹിത്തിന് ജാമ്യം കിട്ടി, അവൾ മൊഴി അവൾ മാറ്റി പറഞ്ഞത് രോഹിത്തിന് അനുകൂലമായിട്ട് മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഇപ്പം ജാമ്യത്തിൽ വീട്ടിൽ വന്നിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ഇനി പോകണം, കേസിനും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാന്നൊക്കെ ഒരു രേവതിയോട് പറയുമ്പോഴത്തേക്ക് ചേച്ചി അതൊക്കെ ദൈവം നല്ല രീതിയിൽ അനുഗ്രഹിച്ച്, അവൻ തെറ്റുകാരനല്ലല്ലോ, അതുകൊണ്ട് രോഹിയേട്ടൻ തെറ്റുകാരനല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പം രേവതി പിന്നെ മാമച്ചിയോടും ഭാര്യയോടെല്ലാം ഈ കാര്യം പറയുന്നുണ്ട്, ഇന്ന പോലെ രോഹിത്തിന് ഇത് കിട്ടി, ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. അലീനയുടെ ഒരു കഴിവ് കൊണ്ട് ഉള്ളത് കൊണ്ടാണ്, അലീന അത്രയും നിന്ന് പ്രവർത്തിച്ചു കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോൾ നമ്മുടെ വൈജയനെ വിളിച്ച് ബബിത പറയുവാണ്, ഇന്ന പോലെ അമ്മ രോഹിയേട്ടന് ജാമ്യം കിട്ടി,
അപ്പം പക്ഷേ ഇവിടെ അലീന കാരണം കൊണ്ടാണ് ജാമ്യം കിട്ടുന്ന എല്ലാവരും ഇവിടെ പറഞ്ഞു നടക്കുന്നത്. അതൊന്നുമല്ല. അല്ലെങ്കിലും ആ കൊച്ചെന്തോ പറഞ്ഞ് അതായത് ശരണി എന്തോ പറഞ്ഞ് സത്യാവസ്ഥ പറഞ്ഞ് ഇറക്കിക്കൊണ്ടുവന്നു. ഇവിടെ ഭയങ്കര രീതിയിൽ പറഞ്ഞു നടക്കുന്നത് അലീനയ്ക്കാണെന്നൊക്കെ, അലീന കാരണം കൊണ്ടായ ജാമ്യം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അല്ല കേട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞ് വൈജിയുടെ പറയുന്നുണ്ട്. വൈജിയും ശരി എന്നൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. ഇതിപ്പം ഇന്നും നാളത്തെ കഴിഞ്ഞായിട്ടുള്ള സിനിമ നാളെ തന്നെ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് അതായത് ലാസ്റ്റ് പറഞ്ഞ ഭാഗങ്ങളെ അപ്പോൾ അതുകൊണ്ട് ഫുൾ വീഡിയോ ഒന്ന് കാണണം. മാത്രമല്ല നമ്മൾ ചെമ്പനീർപ്പൂ ഇടുന്നുണ്ട് ഈ ചാനലിൽ തന്നെ. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.